Hello dear students, the next important question is find the minimum spanning tree using KRUSKAL'S algorithm. KRUSKAL'S algorithm use ചെയ്ത് minimum spanning tree construct ചെയ്യുക. Okay, so നമ്മളിവിടെ minimum spanning tree construct ചെയ്യുന്നതിന് വേണ്ടി first we have to arrange the edges in the or sorting the edges in the increasing order of their weights. നമ്മൾ എഡ്ജസിന് അസൈൻ ചെയ്ത് കൊടുത്താൽ വെയ്റ്റ്സിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ. ഓക്കെ, സോ ഫസ്റ്റ് ഹിയർ ദ മിനിമം വെഡ്ജ് ഈസ് 4, ദാറ്റ് ഈസ് C equal to 4. Next is CD 5. Next one is FA 11. FA 11. Next one is DB 12. DB 12. Next one is BA 13. BA 13. Next one is DF 15. DF 15. Next one is CB20. CB20. Next one EF24. EF24. Last one is second last one is D28. Last one is DA29. Okay, so total consisting of 1, 2, 3, 4, 5, 6, 7, 8, 9, 10 edges. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 edges. അപ്പോൾ ഈ എഡ്ജസിനെ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വെയ്റ്റ്സിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യുക. ദെൻ നമ്മൾ സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും വി ഹാവ് ടു ഡ്രോ ദ വെർട്ടിസസ് B, A, E. ഓക്കെ, ഇനി ഈ എഡ്ജസ് 1 by 1 ആയിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമുക്ക് സർക്യൂട്ട്സ് വരാൻ പാടില്ല. ഓക്കെ, സർക്യൂട്ട്സ് വരാൻ പാടില്ല. അതുപോലെ തന്നെ സ്പാനിങ് ട്രീ ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ് -1 ആണ്. സോ ഹിയർ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് ഈ 6. സോ നമുക്ക് 5 എഡ്ജസ് വിത്തൗട്ട് സർക്യൂട്ട്സ് വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് CE 4. നെക്സ്റ്റ് വൺ ഈസ് CD 5. നെക്സ്റ്റ് വൺ ഈസ് FA 11. Next one is DB 12. Next one is BA 13. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്ക് ടോട്ടൽ 6 വേർട്ടിസസ് ഉണ്ടായിരുന്നു, 5 എഡ്ജസ് ആയിക്കഴിഞ്ഞു. ഇനി ഈ BA കഴിഞ്ഞിട്ടുള്ള ഏത് എഡ്ജ് ആഡ് ചെയ്താലും, ഇപ്പോൾ DF ആഡ് ചെയ്താലും അവിടെ സർക്യൂട്ട് കൺസ്ട്രക്റ്റ് ആവും. CB ആഡ് ചെയ്താലും അവിടെ സർക്യൂട്ട് കൺസ്ട്രക്റ്റ് ആവും. EF ആഡ് ചെയ്താലും സർക്യൂട്ട് കൺസ്ട്രക്റ്റ് ആവും. DE ആഡ് ചെയ്താലും സർക്യൂട്ട് ആവും. DA ആഡ് ചെയ്താലും സർക്യൂട്ട് ആവും. സോ നമ്മൾ ഈ അറേഞ്ച് ചെയ്തേക്കുന്ന എഡ്ജസിനെ 1 by 1 ആയിട്ട് ഇവിടോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, സർക്യൂട്ട് വരുമ്പോൾ ആ എഡ്ജിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ എപ്പോഴാണോ നമ്മുടെ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ആവുന്നത്, ദാറ്റ് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് ഹിയർ 6 ആണ്. സോ 5 വേർട്ടിസസ് ആ 5 ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് 6 ആണ്. 5 എഡ്ജസ് ആകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ ഇടയ്ക്ക് സർക്യൂട്ട്സ് വരുന്ന എഡ്ജസിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദ മിനിമം സ്പാനിങ് ട്രീയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 4 + 5 + 11 + 12 + 13. ഇങ്ങനെയാണ് നമുക്ക് ക്രസ്കൽസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് മിനിമം സ്പാനിങ് ട്രീ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അൽഗോരിതമോ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടോ കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ നമ്മുടെ സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്ന സെക്കൻഡ് അൽഗോരിതം ഫ്രം ദ 6th മൊഡ്യൂൾ അത് തന്നെ എഴുതിയാൽ മതി. അതിനെ കൂടെ ഇനിഷ്യലായിട്ട് ഒരു സ്റ്റെപ്പിന് ഇൻക്ലൂഡ് ചെയ്താൽ മതി, ഈ എഡ്ജസിനെ ഇൻക്രീസിങ് ഓർഡർ രീതിയിൽ സോർട്ട് ചെയ്യുന്ന രീതി. സോ അൽഗോരിതം എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോർട്ടഡ് ദ എഡ്ജസ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ വെയ്റ്റ്സ്. ദെൻ ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പിൽ റെക്ടാങ്കുലർ ബോക്സിൽ ഈ ഒരു സ്റ്റെപ്പിൽ ഇൻക്ലൂഡ് ചെയ്യണം. വി ഹാവ് ടു സോർട്ട് ദ എഡ്ജസ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ വെയ്റ്റ്സ്. ഓക്കെ, ദെൻ ബാക്കി സ്റ്റെപ്സ് എല്ലാം നമ്മുടെ മിനിമം സ്പാനിങ് ട്രീ പോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. ആക്ച്വലി ഇവിടെ നമുക്ക് മിനിമം സ്പാനിങ് ട്രീയിൽ എഴുതിയതുപോലെ രണ്ട് ലീനിയർ അറേസ് ആയിട്ട് ഈ എഡ്ജസിനെ എഴുതിയിട്ട് അതിന് ശേഷം 1 by 1 ആയിട്ട് ഏത് കേസ് എന്നൊക്കെ നോക്കി ആഡ് ചെയ്യാം. അതിനെക്കാട്ടി ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനെ ഈ സോർട്ടഡ് ലിസ്റ്റിൽ നിന്ന് 1 by 1 ആയിട്ട് എഡ്ജസിനെ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ക്രസ്കൽസ് അൽഗോരിതം. ഓക്കെ, താങ്ക് യു.